കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസാണിത്. ഇതുപോലെ കുട്ടികളുടെ സൂയിസൈഡ് കേസുകൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും സ്മാർട്ട് ഫോൺ ഉപയോഗം മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ? ഇന്ന് കുട്ടികൾക്ക് കുട്ടിക്കാലമില്ല. മാർക്കാണ് അവരുടെ ഐഡന്റിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. കമ്പാരിസൺ അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു. ഇമോഷൻസ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒറ്റപ്പെടൽ തുടങ്ങിയ ഒരുപാട് ഭാരങ്ങൾ അവർ ചുമക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവരൊരു കംഫർട്ടബിൾ സ്പേസ് തേടി പോവാണ്. അതാണ് അവരുടെ ഫോൺ. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന, അവർക്ക് അറ്റൻഷൻ കിട്ടുന്ന, അവരുടെ ഐഡന്റിറ്റി ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് അവർ അവരുടെ ഫോണിന് കാണുന്നത്. പാരൻസ് വിചാരിക്കും ഈ ഫോൺ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാ പ്രശ്നവും തീരും. ശരിക്കും ഇത് അവരുടെ ആകെയുള്ളൊരു കോപ്പിംഗ് മെക്കാനിസത്തെ മാത്രമാണ് മാറ്റുന്നത്, അതിൻ്റെ പിറകിലുള്ള പ്രശ്നങ്ങളെയല്ല. ആ സമയത്ത് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയാതെ വരും. അപ്പോഴാണ് അവർ ഇതുപോലെയുള്ള ഇമ്മച്വർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇത് തികച്ചും വൈകാരികം മാത്രമാണ്. അതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു മൊമെന്റിൽ നിന്ന് എസ്കേപ്പ് ആവുക, അതിൽ നിന്ന് ഓവർകം ചെയ്യുക, ഇത്ര മാത്രമാണ് അവരുടെ ഉദ്ദേശം. ഓരോ സ്ക്രീൻ അഡിക്ഷൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. അത് ആങ്സൈറ്റിയോ ഫിയറോ ട്രോമയോ എംറ്റിനെസ്സോ ആവും. അതുകൊണ്ട് കുട്ടിയുടെ ഈ ഫോൺ അഡിക്ഷൻ്റെ പേരിൽ ഷൗട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നുള്ളത് കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻസിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും.